Welcome to Machinery World. എൻ്റെ പേര് ബിജു ആണ്. ടെക്7 ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാനേജറാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ചാർജിങ് സ്റ്റേഷൻസ്. ഇത് കൊഞ്ചിൻ്റെ 60 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണിത്. 2 കാറ് അറ്റ് എ ടൈമിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു കാറിന് 30 കിലോവാട്ടും ഇനിയൊരു കാറിന് 30 കിലോവാട്ടായിട്ട് ചാർജ് ആവും. ഒരു കാറാണ് ചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഗണ്ണ് തന്നെ 60 കിലോവാട്ട് ചാർജ് ചെയ്യും. സോ ഇത് വന്നിട്ട് ഈ ഒരു മെഷീൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ടു 90 കിലോവാട്ട് അല്ലെങ്കിൽ 120 കിലോവാട്ട് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ മെഷീൻ തന്നെ വെച്ചിട്ട് രണ്ട് ഗണ്ണും കൂടി എക്സ്റ്റൻഷൻ ചെയ്താൽ മതി. സോ ഈ മെഷീനിന് നമുക്ക് വന്നിട്ട് KCBന് ഒരു ലോഡ് 60 കിലോവാട്ടാണ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 60 കിലോവാട്ടിൻ്റെ ലോഡ് എടുക്കാം. അല്ലെങ്കിൽ 120 ആണെങ്കിൽ 120 കിലോവാട്ടിൻ്റെ ലോഡ് എടുക്കാം. കാർ പാർക്ക് 2-3 കാർ പാർക്ക് ചെയ്യുന്ന മാതിരിയുള്ള സ്ഥലം ഉണ്ടായാൽ മതി ഈ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഇതിൻ്റെ താഴെ വരുന്നത് 30 കിലോവാട്ടാണ്. ഇത് വന്നിട്ട് 30 കിലോവാട്ടിൻ്റെ സെയിം അതേ തന്നെയാണ്. ഇതിന് വന്നിട്ട് നമുക്ക് ഒരു കാറാണ് അറ്റ് എ ടൈമിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു കാർ അറ്റ് എ ടൈമിൽ ചാർജ് ചെയ്യാം. ഏകദേശം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കാറൊക്കെ നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ ചാർജ് ആവും. സോ 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ ചാർജ് ആവും. സോ ഇത് വന്നിട്ട് ഒരു ചാർജ് ഇതിന് നിങ്ങൾക്ക് 30 കിലോവാട്ടിൻ്റെ ലോഡ് മാത്രം മതി. അതിൻ്റെ കൂടെ വന്നിട്ട് ഒരു കാറ് പാർക്ക് ചെയ്യുന്ന മാതിരി ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇത് രണ്ടും 60 കിലോവാട്ടും 30 കിലോവാട്ടും DC ചാർജേഴ്സാണ്. ഫാസ്റ്റ് ചാർജേഴ്സ് DC എന്ന് പറയും. അടുത്ത് ചെറിയ ഒരു ചാർജറാണിത്. ഇത് വന്നിട്ട് 7.4 കിലോവാട്ടാണ്. ഇത് വന്നിട്ട് നോർമൽ AC ചാർജറാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മാതിരിയാണിത്. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം, 45 അവേഴ്സെങ്കിലും വേണം ഒരു കാറ് ചാർജ് ചെയ്യാൻ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു കാറും 2-3 അല്ലെങ്കിൽ 4 പ്രാവശ്യം DC ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം AC ചാർജ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് നന്നായിരിക്കും. സോ അതുകൊണ്ടാണ് ഇതും നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു 3ഉം കമേഴ്ഷ്യലിന് വേണ്ടിയിട്ടുള്ളതാണിത്. സോ നിങ്ങൾ സെറ്റപ്പായിട്ടും ചെയ്യാം. മെഷീൻ മാത്രം നിങ്ങൾ എറക്ഷൻ ചെയ്ത് തരുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മെഷീനും വേണം, അതിൻ്റെ കൂടെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ സിസ്റ്റംസ് എല്ലാം ചെയ്യണം, NOP അടക്കം ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ സ്ഥലം ലോഡ് മാത്രം മേടിച്ചു തന്നാൽ മതി. അതേമാതിരി സെയിം 30 കിലോവാട്ടിന് അതേമാതിരി തന്നെയാണ്, 60 കിലോവാട്ടിന് അതേമാതിരി തന്നെയാണ്. നിങ്ങൾക്ക് 120 കിലോവാട്ടിന് മെഷീൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. 90 കിലോവാട്ടായിട്ട് ഇത് എക്സ്പാൻഡും ചെയ്യാൻ പറ്റും, 120 കിലോവാട്ടായിട്ട് എക്സ്പാൻഡും ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് എനിക്ക് മെഷീൻ തന്നെ 2 ഗണ്ണുള്ളത് 90 കിലോവാട്ട് വേണം, 180 കിലോവാട്ട് വേണം എന്നെങ്കിൽ ചെയ്യാം, 120 വരെയും ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടത് വന്നിട്ട് ബെസ്റ്റ് സിസ്റ്റമാണ്. അതായത് എനർജി സ്റ്റോറേജ്. ഇപ്പോൾ നമ്മൾ സോളാറിൽ നിന്ന് വരുന്ന കറണ്ട് വന്നിട്ട് എടുത്തിട്ട് ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് കണ്ടെയ്നർ സ്റ്റോറേജിൽ വെച്ചിട്ട് വെക്കണം. അതായത് ഒരു 200 കിലോവാട്ടോ അല്ലെങ്കിൽ ഒരു 1 മെഗാവാട്ട് വരയ്ക്കുള്ള സ്റ്റോറേജ് സിസ്റ്റമാണ് നിങ്ങൾ കണ്ട ബെസ്റ്റ് സിസ്റ്റം. അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. EV ചാർജിങ് സ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ EV ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ സോളാറിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റും. പക്ഷേ സോളാറിനായിട്ട് EV ചാർജിങ് സ്റ്റേഷനായിട്ട് സോളാർ ചെയ്യുന്നത് വയബിൾ അല്ല. ഓൾറെഡി നിങ്ങളുടെ ഇൻഡസ്ട്രിയലിലോ അല്ല പെർമിഷൻസിലോ സോളാർ നിങ്ങളൊരു ചെയ്തിട്ടുണ്ട്, ഒരു 30-40 കിലോവാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ EV ചാർജിങ് സ്റ്റേഷനും ചെയ്യാം. അപ്പോൾ ഇനിയും നമുക്ക് ലാഭമായിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് EV ചാർജിങ് സ്റ്റേഷൻ സൊല്യൂഷൻസ് മാത്രമല്ല, ബെസ്റ്റ് സൊല്യൂഷൻസ് മാത്രമല്ല, ഞങ്ങൾ സോളാർ സൊല്യൂഷൻസും ചെയ്യുന്നുണ്ട്. റൂഫ് ടോപ്പ് സോളാർ സൊല്യൂഷൻസും ചെയ്യുന്നുണ്ട്. അതേമാതിരി ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ സൊല്യൂഷൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സോ റൂഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 25 കിലോവാട്ടിലിരുന്ന് മെഗാവാട്ട് സ്കെയിൽ വരയ്ക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് മൗണ്ടഡ് എന്ന് പറയുമ്പോൾ പാർക്കിന് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ഗ്രൗണ്ട് മൗണ്ടഡ് പ്രോജക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു മിനിമം ഒരു 2 to 3 മെഗാവാട്ടിലിരുന്നാണ് അത് സ്റ്റാർട്ട് ആവുക. നമ്മൾ ഏകദേശം ഒരു 40-45 മെഗാവാട്ടൊക്കെ ഒരേ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബൈ റൂഫ് ടോപ്പിലും 4.5 മെഗാവാട്ട് ഒരു റൂഫിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇത് അല്ലാണ്ട് ഞങ്ങൾ HT-LT പാനൽ ബിൽഡേഴ്സുമാണ്. HT-LT പാനൽ ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയോ അവർ പുതിയതായിട്ട് ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ എക്സ്പാൻഷന് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു പുതിയ പ്ലാന്റിൻ്റെ ഫ്രം ട്രാൻസ്ഫോമറിലിരുന്ന് കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ, ഇലക്ട്രിക്കൽ HT പാനൽ, LT പാനൽ പവറപ്പ് ചെയ്യുന്ന വരയ്ക്കും ഞങ്ങൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഡോക്യുമെൻറ്റേഷൻസ് പ്ലസ് അതിൻ്റെ എക്സിക്യൂഷൻ, എലക്ഷൻസ് എല്ലാമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് വെറും സപ്ലൈ മാത്രം HT പാനൽ, LT പാനൽ
അതേമാതിരി ട്രാൻസ്ഫോമേഴ്സ് ഇതൊക്കെ സപ്ലൈ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഓവർ കംപ്ലീറ്റ് ടേൺ കീ ആയിട്ട് തന്നെ ടേൺ കീ പ്രോജക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റും. സോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പാനൽസ്, HT പാനൽസ്, ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ അതിൻ്റെ സിങ്ക്രണൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. സോളാർ സൊല്യൂഷൻസും ചെയ്തു തരാൻ പറ്റും. EV ചാർജിങ് സ്റ്റേഷൻസും ചെയ്തു തരാൻ പറ്റും. ബെസ് സിസ്റ്റമും ചെയ്തു തരാൻ പറ്റും. സോളാർ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തു തരാൻ പറ്റും. സോ ഇതെല്ലാം ഒരേ റൂഫിൽ തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഡയഫ് വെച്ചിട്ട് ഡയഫ് എന്ന് പറഞ്ഞ ഒരു കൺട്രോളറാണ്. ഈ കൺട്രോളർ വെച്ചിട്ട് നമ്മളൊരു ഫാക്ടറിയിൽ EBയും സോളാറും ജനറേറ്ററും സിങ്ക്രണൈസ് ചെയ്യുന്നതാണ് ഈ ഡയഫ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് അതാണ് ഡയഫ് ഡിവൈസ് ആണത്. ഡയഫ് എന്ന് പറഞ്ഞ കൺട്രോളർ. ഈ കൺട്രോളർ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫാക്ടറിയിൽ ഫോർ എക്സാമ്പിൾ അവർക്ക് പവർ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡിനനുസരിച്ചിട്ട് ഒരു ജനറേറ്റർ ഓൺ ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യും. നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജനറേറ്റർ, സോളാർ, EB ഗ്രിഡ് ഇത് മൂന്നും ഒരേ ഇതിൽ തന്നെ കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് ലോഡിനനുസരിച്ചിട്ട് ഓരോന്നായിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യും. അതാണ് ഈ ഡയഫ് കൺട്രോളർ. സോ ഇതും ഞങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതിൻ്റെയും ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും ഓരോ ഫാക്ടറിയിലും ഇൻഡസ്ട്രിയിലും. ഈ വീഡിയോ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മെഷീൻസ് അല്ലെങ്കിൽ ഈ കാണുന്ന എക്യുപ്മെന്റ്സ് നമ്മളിപ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ആവശ്യമുള്ള ഒരുപാട് ആളുണ്ടാവും. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, ഈ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെന്ന് അന്വേഷിക്കും. നമുക്ക് എളുപ്പത്തിൽ അവർക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടാൻ പറ്റും? നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, tech7energy.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ tech7automation.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ 9787666241 എന്ന മൊബൈൽ നമ്പറിലേക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ bdm@tech7energy.com ആൻഡ് bdm@tech7automation.com എന്ന ഇമെയിലുകളും നിങ്ങൾ ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾ ഫോണിലാണ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ വന്നിട്ട് 9787666241. ഞാൻ പിന്നെയും പറയാം, 9787666241 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.